എല്ലാവർക്കും വിനീതമായ നമസ്കാരം. അധ്യാത്മരാമായണം ബാലകാണ്ഡത്തിലെ വിശ്വാമിത്രന്റെ യാഗരക്ഷ എന്ന ശ്രേഷ്ഠമായ ഭാഗമാണ്. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമഃ. അക്കാലം വിശ്വാമിത്രനാകിയ മുനികുലമുഖ്യനും അയോധ്യയ്ക്കാമാറ് എഴുന്നള്ളിയിടിനാൻ. രാമനായവനിയിൽ മായയാ ജനിച്ചൊരു കോമളമായ രൂപം പൂണ്ടൊരു പരാത്മാനം സത്യജ്ഞാനാനന്ദ ആനന്ദാമൃതം കണ്ടുകൊള്ളുവാൻ ചിത്തത്തിൽ നിറഞ്ഞാശു വഴിഞ്ഞ ഭക്തിയോടെ കൗശികൻ തന്നെ കണ്ടു ഭൂപതി ദശരഥനാശു സംഭ്രമത്തോടും പ്രത്യുദ്ധാനവും ചെയ്തു. വിധിനന്ദനനോടും ചെന്നെതിരേറ്റു യഥാവിധി പൂജയും ചെയ്തു വന്ദിച്ചു നിന്നു. ഭക്ത്യാ സസ്മിതം മുനിവരൻ തന്നോടു ചൊല്ലിടിന. അധ്യാത്മരാമായണത്തിലെ പരമപ്രധാനമായ ഭാഗമാണ്. ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്തിയ ഭാഗം. ഗാധിനന്ദനായ വിശ്വാമിത്രൻ ഒരിക്കൽ അയോധ്യയിലേക്ക് എഴുന്നള്ളുകയാണ്. വിശ്വാമിത്രൻ രാജർഷിയാണ്. ബ്രഹ്മർഷിയായ വസിഷ്ഠൻ കാരണമാണ് വിശ്വാമിത്രൻ തപസ്സിന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പരാശക്തിയായ ഭഗവതിയെ തപസ്സു ചെയ്ത് ദേവിയുടെ അനുഗ്രഹത്തെ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. ഗായത്രി മന്ത്രത്തിന്റെ ദ്രഷ്ടാവ് വിശ്വാമിത്രനാണ്. ചൈതന്യസ്വരൂപിണിയായ ദേവി 1000 ഇതളുള്ള താമരയിൽ അരയന്നത്തിന്റെ പുറത്ത് 5 മുഖത്തോടും 10 കരങ്ങളോടും ഇരിക്കുന്നതായി പ്രതിപാദിക്കുന്ന, സകല ദേവതകൾക്കും ശക്തിയെ പ്രദാനം ചെയ്യുന്ന ശക്തി അംശമായ ഗായത്രി ദേവി വിശ്വാമിത്രനിൽ പ്രസന്നവതിയായി മാറി എന്ന് ദേവി മഹാത്മ്യ കഥകൾ പ്രത്യേകം തന്നെ എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ ദൈവികമായ അനുഗ്രഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ, ജീവിതത്തിൽ ഏറ്റുവാങ്ങിയ വിശ്വാമിത്രൻ അയോധ്യയിലേക്ക് എഴുന്നള്ളുകയും ദശരഥൻ വസിഷ്ഠ മുനിയോടൊപ്പം ചേർന്ന വിശ്വാമിത്രനെ സ്വീകരിക്കുകയും ചെയ്യുന്നു. ദശരഥൻ വിശ്വാമിത്രനോട് ചോദിക്കുന്നു, എന്താണ് അങ്ങ് ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയ പ്രധാനപ്പെട്ട കാരണം? അങ്ങയുടെ ആഗമനം കൊണ്ട് തന്നെ എന്റെ മണ്ണ്, എന്റെ രാജ്യം കൂടുതൽ ശുദ്ധമായിരിക്കുന്നു. വിശ്വാമിത്രൻ പറയുകയാണ്, ഞങ്ങൾ മുനിമാര് യാഗകർമ്മങ്ങൾ ചെയ്ത് ഭൂമിയെ പരിപാലിച്ചു പോരുന്നവരാണ്. ഞാൻ യാഗം ചെയ്യുന്ന വനത്തിൽ മാരീചൻ, സുബാഹു, താടക തുടങ്ങിയ നക്തഞ്ചരാധീശർ അധിവസിക്കുകയും അവർ ചോരയും മാംസവും ഒക്കെ കോരിച്ചൊരിഞ്ഞ് യാഗകർമ്മങ്ങൾക്ക് മുടക്കം ഭവിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അങ്ങയുടെ വീരന്മാരായ രാമലക്ഷ്മണന്മാരുടെ സഹായം തേടിയാണ്, അങ്ങയുടെ മക്കളുടെ സഹായം തേടിയാണ് ഞാൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാമലക്ഷ്മണന്മാരെ എന്നോടൊപ്പം അയക്കുകയും ദുഷ്ടന്മാരായ നിശാചരന്മാരെ വധിച്ച് ഭൂമിക്ക് സന്തോഷമുണ്ടാക്കുകയും
അവരുടെ ജീവിതത്തിന് മംഗളത്വം ഭവിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ യഥാവിധി നിർവഹിക്കുകയും ചെയ്യണമെന്നാണ് എനിക്ക് അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ വിവരം കേൾക്കുന്ന ദശരഥൻ അല്പമൊന്ന് അമ്പരക്കുന്നു. ദശരഥൻ പറയുന്നു, ഒരല്പം പ്രായമായി എന്നേ ഉള്ളൂ. എൻ്റെ ശൗര്യത്തിനും എൻ്റെ വീര്യത്തിനും എൻ്റെ കരുത്തിനുമൊന്നും യാതൊരു തരത്തിലുള്ള മാറ്റവും ഉണ്ടായിട്ടില്ല. എൻ്റെ മക്കൾ വളരെ ചെറുതാണ്. പ്രത്യേകിച്ചും ശ്രീരാമചന്ദ്രനെ ഇവിടെ നിന്ന് എന്നിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു സാഹചര്യം, അയോധ്യയിൽ നിന്ന് അടർത്തി മാറ്റുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനാവുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊപ്പം വരാം ആ ദുഷ്ടന്മാരെ നിഹനിക്കുവാൻ എന്ന് ദശരഥൻ വിശ്വാമിത്രനോട് പറയുന്നു. ഇത് കേട്ട വിശ്വാമിത്രന്റെ മനസ്സ് ഒരൽപ്പം അസ്വസ്ഥമായതായി മനസ്സിലാക്കിയ വസിഷ്ഠർഷി ദശരഥനോട് പറയുകയാണ്, അങ്ങ് ഈ വന്നിരിക്കുന്ന വിശ്വാമിത്രനെ കുറിച്ച് നന്നായി ഉൾക്കൊള്ളണം. അങ്ങയുടെ മക്കൾക്ക് ഈ വിശ്വാമിത്രനുമായുള്ള സമാഗമം കൊണ്ട് നല്ലത് മാത്രമേ ഭവിക്കൂ. അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞയക്കണമെന്ന് വസിഷ്ഠർഷി ഈ ദശരഥ മഹാരാജാവിനോട് പറഞ്ഞത് പ്രകാരം രാമലക്ഷ്മണന്മാർ വിശ്വാമിത്രനോടൊപ്പം പോവുകയാണ്. ആ യാത്രയിൽ ഗായത്രി മന്ത്രത്തിന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച് വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നു. വിശപ്പിനെയും ദാഹത്തെയും പ്രതിരോധിക്കുവാനുള്ള ബല, അതിബല എന്നിങ്ങനെ 2 വിശിഷ്ടമായ മന്ത്രങ്ങൾ വിശ്വാമിത്രനിൽ നിന്ന് ഇവർക്ക് ലഭിക്കുകയാണ്. തുടർന്ന് വിശ്വാമിത്രൻ യാഗത്തിന് ആരംഭിക്കുകയും മാരീചനും സുബാഹുവും യാഗം മുടക്കുന്നതിന് വേണ്ടി വന്നെത്തുകയും തുടർന്ന് ഘോരരൂപിണിയായ താടക അവരുടെ അരികിലേക്ക് പാഞ്ഞു വരികയും ചെയ്യുന്നു. താടക ഒരു പെണ്ണാണ് എന്ന് കരുതി വിശ്വാമിത്രൻ പറയുകയാണ്, ഇവളൊരു പെണ്ണാണെന്ന് കരുതി നിങ്ങൾ ശങ്കിക്കേണ്ട. പണ്ട് വൃത്രാസുരനെ വധിച്ചിട്ടുള്ള ബ്രഹ്മഹത്യ പാപം പോക്കുന്നതിന് വേണ്ടി ദേവേന്ദ്രൻ അഭിഷേകം നടത്തുകയുണ്ടായി, കലശാഭിഷേകം നടത്തുകയുണ്ടായി. അങ്ങനെ കലശം നടത്തിയ ജലം വീണ് കാരൂഷം, മലദം എന്നീ 2 ഭാഗങ്ങൾ ഉണ്ടാവുകയും അതിൽ നിന്ന് ഘോരരൂപിണിയായ ഒരു രാക്ഷസി ആവിർഭവിക്കുകയും ചെയ്യുന്നു എന്നാണ്. ആ രാക്ഷസിയാണ് താടക. ആ താടകയെ നിങ്ങൾ നിഗ്രഹിക്കണം എന്ന് സൂചിപ്പിക്കുന്നു. തുടർന്ന് വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം താടകാവധം നടത്തുകയാണ്. തുടർന്ന് സുബാഹുവിനെ വധിക്കുന്നു. മാരീചനെ അസ്ത്രമേൽപ്പിച്ചുകൊണ്ട് വളരെ ദൂരെ മാരീചൻ ചെന്ന് വീഴുകയാണ്. വിശ്വാമിത്രന് അവരിൽ വളരെയധികം സന്തോഷമുണ്ടാവുകയും അവിടേക്ക് കടന്നെത്തിയ മുനിമാർ രാമലക്ഷ്മണന്മാരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. രാമലക്ഷ്മണന്മാർക്ക് അവരുടെ ജീവിതത്തിൽ ഹിതം വരുന്നതിന് വേണ്ടി ഒട്ടനവധി വിദ്യകൾ വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാർക്ക് പകർന്നു കൊടുക്കുകയാണ്. ഇവിടെ വിശ്വാമിത്രന്റെ ആഗമനവും താടകാവധവും മാരീച സുബാഹുമാരെ രാമലക്ഷ്മണന്മാർ പ്രതിരോധിക്കുന്നതുമൊക്കെ അവരുടെ ജീവിതത്തിൽ നിർണായകമായ മാറ്റത്തിന് കളമൊരുക്കുന്നുണ്ട്. ഗുരുത്വം, നമ്മളിൽ എത്ര തന്നെ ഈശ്വരാംശം നിറഞ്ഞു നിന്നാലും, എത്ര തന്നെ കഴിവുകൾ ഉണ്ടായാലും ഏറ്റവും പ്രധാനം ഗുരുത്വം തന്നെയാണ്. ഗുരു കടാക്ഷമില്ലാതെ ഒരിക്കലും ഒരുവനും ജീവിതത്തിൽ അവന്റെ കർമ്മധർമ്മങ്ങളെ ശരിപ്പെടുത്താനാവില്ല എന്ന ഉത്കൃഷ്ടമായ സന്ദേശം ഇവിടെ വിശ്വാമിത്ര മഹർഷിയിലൂടെ രാമലക്ഷ്മണന്മാരുടെ അർപ്പണബോധത്തിലൂടെ അധ്യാത്മരാമായണം പ്രതിപാദിക്കുകയാണ്.
ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അയോധ്യയുടെ സൂര്യവംശത്തിൻ്റെ കുലഗുരുവായ വസിഷ്ഠ മഹർഷി വിശ്വാമിത്രനോടൊപ്പം കൃത്യമായും രാമലക്ഷ്മണന്മാരെ പറഞ്ഞയക്കണമെന്ന് ദശരഥനോട് ആവശ്യപ്പെടുന്നത്. ഗുരുവര കരുണാലേശമുണ്ടെന്ന് വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ? പരമതിലൊരു ദൈവം മറ്റെനിക്കില്ല പാർത്താൽ പരമശിവനതാം ആചാര്യനെ കൈ തൊഴുന്നേൻ. ഓരോ ഗുരുനാഥനും സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായ പരമേശ്വരന്റെ അംശങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഗുരുമഹിമയാണ് ഏറ്റവും ശ്രേഷ്ഠം, ഗുരുത്വമാണ് ജീവിതത്തിൽ അഭികാമ്യം. നന്ദി, നമസ്കാരം.